ഹായ് ഓൾ. ഇന്ന് നമ്മൾ നോക്കുന്നത് ആര്യ വർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകളൊക്കെ പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക്ഷീറ്റാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് ഒന്ന് നോക്കാം. ഇതാ ഈ ചെയിൻ സ്റ്റിച്ചിൽ നമ്മളൊരു 3 ലൈന് കാണുന്നുണ്ട്. ഇതിൽ ഫസ്റ്റത്തെ ലൈൻ എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈനാണ്. അതിൽ ഓരോ സെൻറ്റിമീറ്റർ, അതായത് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലുള്ള ഓരോ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെങ്ത്തിലുള്ള ചെയിനാണ് നിങ്ങൾ ആ ലൈനിലിട്ട് പഠിക്കേണ്ടത്. അതിൻ്റെ നെക്സ്റ്റ് ലൈനിൽ നമ്മൾ 1/2 സെൻറ്റിമീറ്റർ, അതായത് 1 സെൻറ്റിമീറ്റർ നമ്മൾ കുറച്ചു 1/2 സെൻറ്റിമീറ്റർ ആക്കി. അപ്പോൾ ചെയിൻ്റെ ലെങ്ത്ത് നമ്മൾ 1/2 ആക്കി വേണം ഓരോ പോയിൻറ്റിനും കറക്റ്റ് പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തേർഡ് ലൈനിൽ നിങ്ങൾ കാണുന്നത് 0.25 സെൻറ്റിമീറ്ററിലുള്ള ചെയിൻ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ പോയിൻ്റ് മാർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ചെയിൻ്റെ ലെങ്ത്ത് ഷോർട്ടാക്കി കൊണ്ടുവന്നതാണ്. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയിൻ നല്ല നീറ്റാക്കി എടുക്കുന്നത്. ഇനി നിങ്ങൾ കുറച്ച് ഷേപ്പുകൾ ഇവിടെ കാണുന്നുണ്ട്. ഈ ഷേപ്പിൽ ഫസ്റ്റിൽ നമ്മളൊരു ട്രയാങ്കിളാണ് കാണുന്നത്. അപ്പോൾ ട്രയാങ്കിൾ ഇതാ കണ്ടല്ലോ, 3 കോർണേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചതുപോലെ നമ്മൾ കോർണേഴ്സിൽ നിന്ന് ഒരിക്കലും നമ്മൾ ചെയിൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, സൈഡത്തെ സെൻറ്ററിൽ നിന്ന്. എന്നിട്ട് നമ്മൾ എല്ലാ കോർണേഴ്സിലും ചെയിൻ ലോക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ ഡിസൈൻ എല്ലാം ചെയ്യുക. നമ്മൾ ഈ കേവ് ആയിട്ടുള്ള ഏരിയ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ചെയിൻ ഇട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ സ്റ്റാർ ഷേപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിലും നമ്മൾ കോർണറിൽ നിന്ന് തുടങ്ങരുത്, ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് കോർണേഴ്സിലൊക്കെ ചെയിൻ ലോക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ ഒരു ഷേപ്പ് കംപ്ലീറ്റ് ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഇതാ ഈ ഒരു ലൈന്. ഈ ലൈന് നമ്മൾ എന്ത് ചെയ്യുക, സെറി ത്രെഡ് വെച്ചിട്ടുള്ള ചെയിൻ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ലൈനിലൂടെ സെറി ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയിൻ ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ കോർണർ കാണുന്നുണ്ടല്ലോ, ഈ കോർണർ ഏരിയയിലൊക്കെ നമ്മൾ ഓരോ ചെയിൻ ലോക്ക് കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമുക്ക് ഈ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ കോർണർ നമുക്ക് പെർഫെക്റ്റ് ആവുകയും ചെയ്യും, നിങ്ങൾക്ക് സെറി ത്രെഡ് ഒരു പ്രാക്ടീസ് ആവുകയും ചെയ്യും. ഇനി നമ്മൾ നോക്കുന്നത് സെറി ത്രെഡ് വെച്ചിട്ടുള്ള സിക്സ് ആണ്. സിക്സ് ആഗ് എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ചെയിൻ ഇട്ടിട്ട് നിങ്ങൾ ഈ സിക്സ് ആഗ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ലോങ് ചെയിൻ ഇട്ടിട്ട്, അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ ലെങ്ത്തിലുള്ള ഒരു ചെയിൻ ഇടുക, ഇവിടെ ഒരു ചെയിൻ ലോക്ക് ഇടുക, ഇവിടേക്ക് ചെയിൻ ഇടുക, ഇവിടെ ചെയിൻ ലോക്ക് ഇടുക. അങ്ങനെ ഈ ഒരു ലൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അത് 14 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ. ഈ ഒരു ഷേപ്പ്, ഈ 2 ഷേപ്പ് ഇവിടെ കാണുന്നുണ്ടല്ലോ, ഈ ഷേപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെറി ത്രെഡ് വെച്ചിട്ട് സിക്സ് ആഗ് ഇട്ടൊന്ന് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബോർഡറിലൂടെ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നെക്സ്റ്റ് സെറി ത്രെഡ് വെച്ചിട്ടുള്ള ലോഡ് സ്റ്റിച്ച് അല്ലെങ്കിൽ ക്രോസ് ഫില്ലിംഗ് എന്ന് പറയുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് നമ്മൾ ആദ്യം ഒന്ന് ഫ്ലാറ്റായിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ബോർഡറും ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനൊരു ഷേപ്പിലേക്ക് ഈ ലോഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെയും ബോർഡറിന് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും ഈ വർക്ക്ഷീറ്റ് ഒന്ന് നന്നായിട്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ.